കോളേജ് അധ്യാപകനും സാഹിത്യകാരനും കലാസാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു. കോളേജ് അധ്യാപകനും സാഹിത്യകാരനും കലാസാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. അവനി രാഷ്ട്രമതിലിൻ നിരകളാൽ എവിടെ സത്യത്തിനാഴത്തിൽ നിന്നു താൻ ഉറവെടുക്കുന്നു വാക്കുകളൊക്കെയും. അനുസ്മരണ സമ്മേളനം ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു. കായംകുളം MSM കോളേജിൽ നിന്ന് ഒരു ജീപ്പ് ജാഥ, ഒരു സാംസ്കാരിക ജാഥ രവിയുടെയും എന്റെയും നേതൃത്വത്തിൽ പുറപ്പെട്ടതും അതൊക്കെ വൻ വിജയമായതും മറക്കാനാവാത്ത സ്മരണയാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് എത്ര വേദികളിലാണ് ഒന്നിച്ചുണ്ടായിരുന്നത് എന്നെനിക്ക് വിശദീകരിക്കാൻ ഇപ്പോഴിവിടെ നേരമില്ല. അങ്ങനെ വലിയ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഒരു വേള എന്നെ കുറിച്ച് അദ്ദേഹം ജനജിഹ്വ എന്ന് പറയുന്ന കായംകുളത്തു നിന്ന് ഇറങ്ങുന്ന ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയതാകാം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച അവസാനത്തെ ലേഖനം എന്നെനിക്ക് തോന്നുന്നു. ഈ കാര്യങ്ങളൊക്കെ, ഈ സ്മരണകളൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? പറഞ്ഞതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയില്ല, നമുക്കറിയാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, വലിയ കലാകാരന്മാരുടെ സർഗാത്മകമായി പ്രതിഭയുള്ള ആളുകൾക്കൊന്നും മരണമില്ല. ജീവിച്ചിടുന്നു മൃതിയിൽ, മരണത്തിൽ അവർ ജീവിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. കോളേജ് അധ്യാപകൻ, എഴുത്തുകാരൻ, കലാസാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥ്. എപ്പോഴും ഏത് വേദിയിലും ഏത് വിഷയത്തെക്കുറിച്ചും സുദീർഘമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വഹിച്ച ഒരു വ്യക്തിയും എഴുത്തുകാരനും ഒക്കെയായിരുന്നു അദ്ദേഹം. ബി ദിലീപൻ അധ്യക്ഷനായി. ഡോക്ടർ PJ ജനാർദ്ദനക്കുറുപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കുമ്പളത്ത് മധുകുമാർ, മായ വാസുദേവ്, തോമസ് പ്രണാല വർഗീസ്, പ്രേംജിത്ത് കായംകുളം, ശശികല രംഗനാഥ്, സോമശേഖരൻ ഉണ്ണിത്താൻ, ലത അനിൽ, ഡോക്ടർ B ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വിഷ്ണുനാഥ് കോഴിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. CDNet ന്യൂസ്, കായംകുളം.